കൊള്ളാട്ടാ, ചുമ്മാ കണ്ടിരിക്കാൻ പറ്റിയ സിനിമ തന്നെ, വലിയ ഇതൊന്നുമില്ല. സമയം പോവാൻ കോമഡികളുണ്ട്, നല്ല സിനിമ തന്നെ, വേറെ ഇതൊന്നുമില്ല. അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാം, ഒളിച്ചോടാൻ നിൽക്കണവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലാതെ വലിയതൊന്നുമില്ല, നല്ല സിനിമ തന്നെ, ചുമ്മാ കണ്ടിരിക്കാം. അത് അങ്ങനെ കാണുന്നവർക്ക് വർക്കൗട്ടായി. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഒളിച്ചോടാൻ നിൽക്കുന്നവർക്ക് പ്രചോദനമാകും. എന്നെ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട്, അപ്പൊ അവർക്ക് നല്ല അഖിലന്മാർക്ക് കാണാൻ പറ്റിയ പടം തന്നെ. മൂവിയാണ്, ബേസ് മൂവിയാണ്, കാണാനൊക്കെ നല്ല സെറ്റാണ്. സ്റ്റോറി നല്ല ഇഷ്ടപ്പെട്ടു, പൊളിയായിരുന്നു, നൈസ് അഭിനയമായിരുന്നു, അതിൽ സെറ്റായിരുന്നു, ഒരു രക്ഷയില്ല, കൊള്ളാം. തണ്ണീർമത്തൻ്റെ ഒരു സിനിമയാണ്, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. പിന്നെ സിനിമയുടെ പേരുകളിൽ തന്നെ 18 വയസ്സ് അങ്ങനെയൊക്കെയുള്ള ഒരു ടീനേജേഴ്സിന് 18 തികയുമ്പോഴുള്ള അതിനെക്കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ്. പിന്നെ ജെയ്സന്റെ സാധാരണ സിനിമ അത്രയൊക്കെ ഉള്ളൂ. മാത്യുവിന് വലിയ റോളില്ല, പെർഫോമൻസ് ഒക്കെ കൊള്ളാം, എല്ലാവരും പെർഫോമൻസ് കറക്റ്റ് കാസ്റ്റിംഗ്. കോമഡി ഫിലിമാണ്, കോമഡി ജസ്റ്റ് ചെറിയ ചെറിയ കോമഡികൾ അതെല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നടി പുതുമുഖ നടിയാണ്. പുതുമുഖ നടിയാണ്. എങ്ങനെയുണ്ട്? നല്ല അഭിനയം, നല്ല സിനിമയാണ്. അഭിനയമൊക്കെ എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. ഡയറക്ഷൻ, മ്യൂസിക് എല്ലാം കൊള്ളാം, സൂപ്പർ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൊള്ളത്തില്ലടാ, എന്ത് പറ്റി? ഭയങ്കര ലാഗ് സിനിമ. അഭിനയം ഒട്ടും അല്ല, അഭിനയം കൊള്ളാം, പക്ഷെ സിനിമയുടെ കഥ അത്ര വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. ജോജോ നല്ല സിനിമയല്ലേ, പക്ഷെ ഈ സിനിമ കഥപരമായിട്ട് ഒന്നുമില്ല പറയാനായിട്ട്. കുഞ്ഞു സിനിമ, ഒരു കുഞ്ഞ് കോമഡി റൊമാൻറ്റിക് ചിത്രം. അങ്ങനെ സത്യം പറഞ്ഞാൽ നെസ്ലിൻ്റെയും മാത്യുവിൻ്റെ ഒരു കോമ്പിനേഷൻ പ്രതീക്ഷയാണ് വന്നത്, പക്ഷെ ആ ഒരു കോംബോ ഇതിലില്ല. കാരണം മാത്യുവിനും ഇതിൽ വലിയ റോളില്ല, നെസ്ലിനാണ് ഇത് കൂടുതൽ ഹെഡ് ചെയ്ത് സിനിമ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും അല്ലാതെ ഇതിൽ പുതുമുഖങ്ങൾ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നടി ആയിക്കോട്ടെ, അവരൊക്കെ ഭയങ്കര നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ ഡയറക്ടറിൻ്റെ കഴിവായിരിക്കും. എന്തായാലും തീരെ എബോ ആവറേജാണ്, തീരെ വൃത്തികേടായിട്ടൊന്നുമില്ല, കണ്ടിരിക്കാം, ഒരു ചെറിയ ചിത്രം. അല്ല, നല്ല പടം കണ്ടിരിക്കാം. നെസ്ലിൻ്റെയും മാത്യുയുടെ ആയാലും അവർ രണ്ടും ഒരുമിച്ചുള്ള ഒരു പടം എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ നമ്മുടെ നെസ്ലിനാണ് ഇതിനകത്ത് മെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പടം ഒരു രീതിയിൽ നമ്മളെ ലാഗടിപ്പിച്ചില്ല, ഒരു ബോറായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ കറക്റ്റായിട്ടുള്ള ടൈമുകളിലെല്ലാം നല്ല കോമഡിയും കാര്യങ്ങളും, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവി തന്നെയാണ്. സുഖമായിട്ട് വന്നിരുന്ന് നമുക്ക് എല്ലാവർക്കും കാണാം. ഇത് ചെറുപ്പക്കാർക്ക് മാത്രമല്ല, ഫാമിലിയായിട്ടും വന്നിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ്. ഇല്ല 18+ കണ്ടന്റ് ആയിട്ടൊന്നുമില്ല. അവർ തമ്മിൽ ലവ് സ്റ്റോറി അങ്ങനെ പോകുന്നു. എടുത്തു പറയാൻ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. അവർ തമ്മിലുള്ള ആ ഒരു ലവ് സീൻ അങ്ങനെയൊക്കെ തന്നെ, വേറെ